2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എത്ര പേരാണെന്നറിയുമോ? 1/2 കോടിയിലേറെ വോട്ടർമാരാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത്. എന്നിട്ടും ആകെയുള്ള 2,59,40,980 വോട്ടർമാരിൽ 2,03,34,386 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. മണ്ഡലങ്ങളിലെല്ലാം 70% പോളിംഗ് രേഖപ്പെടുത്തി. നമുക്ക് ആ കണക്കൊക്കെ ഒന്ന് രസകരമായ കണക്കുകളാണ്. ആ കണക്കുകളും കൂടി ഒന്ന് അറിഞ്ഞു പോകാം. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, പോളിംഗ് ശതമാനം 77.68%. അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം 56,06,594. ജില്ലകളിലെ കണക്കെടുത്ത് നമുക്ക് പരിശോധിക്കാം. എവിടെയൊക്കെയാണ് കൂടുതൽ വോട്ടർമാർ വീട്ടിലിരുന്നത്? തിരുവനന്തപുരത്തെ കണക്ക്. തിരുവനന്തപുരത്ത് 3,63,737 വോട്ടർമാരാണ് വിട്ടുനിന്നത്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ 3,57,623 വോട്ടർമാർ വിട്ടുനിന്നു. ആറ്റിങ്ങലിലേക്ക് വന്നാൽ 3,46,961. മാവേലിക്കരയിൽ അത് കുറച്ച് കുറവാണ്, 3,37,278. പൊന്നാനിയിലേക്ക് വന്നാൽ കുറച്ചുകൂടി കുറവാണ്, 3,33,093 പേരാണ് വീട്ടിലിരുന്നത്. കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ പോയത് എവിടെയാണ് എന്ന് കൂടി നോക്കാം. മലപ്പുറത്താണ്. മലപ്പുറത്ത് വോട്ട് ചെയ്യാൻ കൂടുതൽ പേർ പോയത് എത്രയാണ്? കണക്ക് നോക്കൂ, 11,65,824 പേർ. അതിൽ ആകെയുള്ള വോട്ടർമാരിൽ വോട്ട് ചെയ്തത് 10,32,402. മികച്ച പോളിംഗ് തന്നെയാണ് മലപ്പുറത്ത് രേഖപ്പെടുത്തിയത്. പുതുതലമുറയിലെ ഒരു വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കന്നി വോട്ടുള്ള വോട്ടർമാരെല്ലാം ആദ്യ തവണ തന്നെ അല്ലെങ്കിൽ ആദ്യ അവസരത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉറപ്പാക്കുന്നുണ്ടോ? അങ്ങനെ ഉറപ്പാക്കുകയാണെങ്കിൽ കന്നി വോട്ടെന്ന് പറയുന്നത് പരമ്പരാഗതമായി ചെയ്തു വരുന്നതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു രീതി എടുക്കുന്ന ആളുകളായിരിക്കാം. അവരിലേക്ക് എത്താൻ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നുമില്ല. വോട്ടർ പട്ടികയിൽ പേരുള്ളവരിൽ ഒരു വിഭാഗമാകട്ടെ പഠനം, തൊഴിൽ ഇതിനൊക്കെയായി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കുടിയേറിയിട്ടുമുണ്ട്. അങ്ങനെയും പോളിംഗ് ശതമാനം കുറയുന്നുണ്ട്. പിന്നെ ചില അസൗകര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നാ പിന്നെ പോവണ്ട എന്ന് വെച്ച് തെരഞ്ഞെടുപ്പിന് എത്താത്ത ചെറിയൊരു ശതമാനം ആളുകളുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കണക്ക് വരുന്നത്. അപ്പോൾ ഇത്തവണ 2024 നമുക്ക് വീട്ടിലിരിക്കുന്ന വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാനായി ഒന്നിച്ച് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. പരമാവധി ആളുകൾ വോട്ട് ചെയ്യുക. പരമാവധി പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാമല്ലോ.